വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് വെച്ചുള്ള ഒരു ഹൽവ ആണ്. വേഗം ഉണ്ടാക്കിയെടുക്കാവുന്ന ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇൻഗ്രീഡിയൻസ്: ക്യാരറ്റ് 2 കപ്പ് ഗ്രേറ്റ് ചെയ്തത്, 1 ലിറ്റർ പാല്, പഞ്ചസാര ആവശ്യത്തിന്, റേസിൻസ്, പിന്നെ ആൽമണ്ട്സിൻ്റെ ഫ്ലേക്സുമാണ് ഞാൻ ഉപയോഗിച്ചത്. ക്യാരറ്റ് ഒരു കട്ടിയുള്ള പാത്രത്തിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടു. അതിലേക്ക് ഞാൻ 1 ലിറ്റർ പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് തീ കൂട്ടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ തീ കൂട്ടി തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ തീ കുറയ്ക്കാൻ പോകുന്നത്. കാര്യം പിന്നീട് നമ്മൾ തീ ഒത്തിരി അങ്ങോട്ട് കൂട്ടി വെച്ചാൽ ഇത് അടുക്കി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. കൂടാതെ ഇതിലേക്ക് ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഈ നെയ്യ് ഇടുന്നതും ഈ ക്യാരറ്റും പാലും കൂടെ കുറുകുമ്പോൾ പാത്രത്തിൽ പിടിക്കാതിരിക്കാനായിട്ടാണ്. ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരണം. ഇപ്പോൾ അത് ഒരുമാതിരി നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. അപ്പം നമ്മൾ ചെറുതായിട്ട് തീ ഒന്ന് മീഡിയത്തിലേക്ക് ആക്കുക. അപ്പം തിളച്ച് തൂകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം ഇത് വീഡിയോ ഷോർട്ട് ആക്കിയിട്ടുണ്ട് ഞാൻ. ഏകദേശം പകുതി പാല് വറ്റിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി, കട്ടിയുള്ള പാത്രമായതും കൊണ്ട്. ഇങ്ങനെ ഇത് ഇളക്കി കുറച്ചുകൂടെ ഇത് പറ്റി വരണം. വരുന്ന സമയത്ത് നമ്മൾ പഞ്ചസാര, ഉണക്കമുന്തിരി, പിന്നെ ആ നട്ട്സ് ഇതും കൂടെ ഇട്ടിട്ട് വീണ്ടും ഇളക്കിയെടുക്കുക. ഏകദേശം ഞാൻ 45 മിനിറ്റ് എടുത്തു ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കേണ്ട കാര്യം ഇല്ലാത്തതും കൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് മറ്റേ സ്റ്റവിലേക്ക് ഇത് വെക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടും കൂടെ ഒരുപോലെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിപ്പം വളരെ കുറച്ച് പാലേ ഇതിലുള്ള, ഇത് വറ്റി വരുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ നെയ്യും കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തു, അത് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് ഇളക്കി ഇതിൻ്റെ പാല് മുഴുവൻ വറ്റി ഇത് ഒരു നല്ല കട്ടി പരുവത്തിൽ വരണം. ഏത് പരുവത്തിൽ ഇത് ഓഫ് ചെയ്യണമെന്ന് അത് മനസ്സിലാകുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, നമ്മൾ ഇളക്കുമ്പോൾ ഇത് പാത്രത്തിൻ്റെ ആ അടിഭാഗത്തുനിന്ന്, ആ കട്ടിയുള്ള പാത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് അത് വിട്ടുവരികയാണെങ്കിൽ ആ പാകമാകുമ്പം നമുക്ക് ഓഫ് ചെയ്യാം. അതാണ് ഇതിൻ്റെ പാകം. നമ്മൾ ഈ സാധാരണ അലുവ ഒക്കെ ഉണ്ടാക്കുന്ന അത്രയും പ്രയാസമില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു അലുവയാണ് ക്യാരറ്റ് ഹൽവ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്നാന്ന് ചോദിച്ചാൽ, അധികം പഞ്ചസാരയുടെ ആവശ്യമില്ല. ഇപ്പം ഞാൻ ഉണ്ടാക്കിയപ്പോൾ 100 ഗ്രാം പഞ്ചസാരയാണ് ചേർത്തത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഇപ്പം ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇത് നമ്മളൊരു ട്രേയിലേക്ക് മാറ്റാൻ പോവുകയാണ്. ട്രേയോ ഗ്ലാസിൻ്റെയോ കേക്ക് ടിന്നോ എന്ത് ട്രേ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ അതിലൊന്ന് ബട്ടർ ഒന്ന് നന്നായിട്ട് പുരട്ടണം. ഈ ചൂടോടെ തന്നെയാണ് നമ്മളിത് ഈ ട്രേയിലേക്ക് എടുത്തിട്ട് ഇത് നല്ല ഒരു സ്പാച്ചുല കൊണ്ട് ഒരു ലെവൽ ചെയ്യണം. ഞാൻ സ്പൂണും കൊണ്ടാണ് ലെവൽ ചെയ്തത്. പക്ഷെ സ്പാച്ചുലായും കൊണ്ട് ലെവൽ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തിന്നായിട്ട് ഒരു സ്മൂത്തായിട്ടുള്ള ഒരു ഉപരിഭാഗം നിങ്ങൾക്ക് അലുവായ്ക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് കണ്ടോ, ഇത് നന്നായിട്ട് ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ഒന്ന് നിരത്തിയെടുക്കുക. പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിന് ശേഷം മുറിച്ചെടുക്കുന്നത് തണുത്തിട്ട് മാത്രമേ മുറിച്ചെടുക്കാവുള്ളൂ. ഫ്രിഡ്ജ് വേണമെങ്കിൽ വെച്ച് തണുപ്പിക്കാം, അല്ലാതെ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മുറിക്കുമ്പോൾ ഒരു കത്തി തണുത്ത ഒരു വെള്ളത്തിലോട്ട് മുക്കിയിട്ട്, ഐസ് വെള്ളത്തിലോട്ട് ആ കത്തി മുക്കിയിട്ട് നമ്മൾ മുറിക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് കിട്ടും. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണേ.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. സൈനിങ് ഓഫ്, ഷൈന തോമസ്.